ഹായ് ഡിയേഴ്സ്, കറിവേപ്പില ഇതേപോലെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കാം. ഒരുപാട് വെള്ളമൊന്നും മാറിക്കിട്ടണ്ട, എന്നാലും ഒന്ന് ഒരുപാടുള്ള വെള്ളം ഒന്ന് കളഞ്ഞെടുക്കുക. ഇനി അതിന് ശേഷം എന്താ, പച്ചമുളക്, ചെറിയ ഉള്ളി, കല്ലുപ്പ്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി. കല്ലുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അരിഞ്ഞ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടാൽ മാത്രമേ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതല്ല പീസാണെങ്കിലും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി ഇതിലേക്ക് ചേർത്ത് അരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിടുകയാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്. മുഴുവനായിട്ടുള്ള ഒരല്പം പെരിഞ്ജീരകം. അപ്പോൾ ആ പെരിഞ്ജീരകം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് പൊട്ടി വരും. അങ്ങനെ മസാലക്കൂട്ട് ഓയിലിൽ ചേർത്ത് അതങ്ങനെ പൊട്ടി വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ ഓയിലിലേക്ക് ഇറങ്ങി വരുള്ളൂ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഇതെടുക്കുമ്പോഴാണ് നല്ലത്. സവാള കൂടി ചേർത്ത് ഒന്ന് വഴറ്റുക. സവാള ഓയിലിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒരുപാട് മിക്സ് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് അതിൽ നിരത്തി ഇട്ട് കഴിയുമ്പോൾ തനിയെ അത് കളർ ചേഞ്ചായി വരും. നമ്മളുടെ ഈ പേസ്റ്റിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ കറിവേപ്പില ആയതുകൊണ്ട് തന്നെ ഒന്ന് ക്രഷായിട്ടേ കിട്ടുള്ളൂ. ഇത്തിരി വെള്ളം ചേർത്ത് അരച്ചാലാണ് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നിരത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒണിയൻ പെട്ടെന്നൊന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും. നമ്മൾ കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വഴന്ന് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അത് കളർ ഇങ്ങനെ ചേഞ്ചായി വരുന്നതനുസരിച്ച് നമ്മൾ ഒഴിച്ച ഓയിലും അതിൽ നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ അതങ്ങനെ റെഡി ആവട്ടെ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പേസ്റ്റ് ഇല്ലേ, അതിലേക്ക് 2 ചെറിയ പീസ് ബീറ്റ്റൂട്ട് കൂടി ചേർത്ത് അരച്ചെടുക്കണം. ബീറ്റ്രൂട്ട് നേരത്തെ അരച്ച് നമുക്ക് ആദ്യമേ തന്നെ അരയ്ക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറ് വേറൊരു കളറായി പോകും. അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റേജിൽ ചേർക്കാറാകുമ്പോൾ മാത്രം പേസ്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഒണിയനൊക്കെ അതായി കളറൊക്കെ ചേഞ്ചായി ഒരു കുറച്ചൊരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ടല്ലോ. നന്നായിട്ട് വഴന്ന് വരും, അത്രേ ഉള്ളൂ. ഇനി ഈ പേസ്റ്റ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അതായത് സവോളയും പേസ്റ്റും കൂടി ഒന്ന് യോജിച്ച് വരണം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ, നല്ലൊരു കളറായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ചിക്കനിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിസിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ആ ചിക്കൻ്റെ സ്റ്റോക്കോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് ചിക്കനിലേ ചെയ്യണുള്ളൂ. നമ്മൾ ചിക്കൻ എടുക്കുന്നതിലും കൂടുതലായിട്ട് ഗ്രേവി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് ചിക്കനും കുറച്ച് ഗ്രേവി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മസാല പുരണ്ടിരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ എടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ കൂടുന്നതിനനുസരിച്ച് ഗ്രേവി കൂടുതലെടുക്കുക. ഇപ്പോൾ ചിക്കൻ്റെയൊക്കെ കളർ കണ്ടോ, നല്ലൊരു കളറിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരല്പം ഗരം മസാലയുടെ പൗഡർ, അതുപോലെ ടൊമാറ്റോ അതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ മസാലകളെല്ലാം ഒന്ന് റെഡി ആയിട്ട് വരുള്ളൂ. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നെല്ലാം റെഡി ആവട്ടെ. ചിക്കനൊക്കെ ഓൾമോസ്റ്റ് വെന്തിട്ടുള്ളതാണ്, എങ്കിലും ഒന്നെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ച് വയ്ക്കുക. പിന്നീട് തുറന്ന് നോക്കും. അതെ, ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗ്രേവിയോടുകൂടി നല്ല ഇങ്ങനെ പുരണ്ടിരിക്കുന്ന ആ ഒരു ടൈപ്പിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ അഡീഷണൽ കളറൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു കളറിൽ കിട്ടണ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഏത് തരം റൈസിൻ്റെ കൂടെയും ഇപ്പോൾ ചപ്പാത്തി, പൊറോട്ട ഏതിൻ്റെ കൂടെ കഴിക്കാനും ഒരിത്തിരി ഗ്രേവിയോടുകൂടി വേണമെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് അങ്ങനെ എടുക്കാം. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് കിട്ടും. അപ്പോൾ ഏത് രൂപത്തിൽ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്.
ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ താങ്ക് യു.